ഹായ്, വെൽക്കം ടു ജെനി ജോസഫ് ഇൻസ്റ്റഗ്രാം jennyflowers.com. ഇന്ന് ആഫ്റ്റർനൂണിന് ഷൂട്ടിംഗ് വെച്ചതുകൊണ്ട് മോർണിംഗ് കോഫി ഇല്ല, പക്ഷേ മോർണിംഗ് കോഫി ആയിട്ട് വരിക അത് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു സ്പെഷ്യൽ അഫെക്ഷനാണത്. എപ്പോഴും എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിലും ഡ്രസ്സിങ്ങിലാണെങ്കിലും ഒക്കെ. ഇന്ന് എനിക്കൊരു ബ്ലാക്ക് മുണ്ട് കിട്ടി, നല്ല പ്രിൻ്റ്. അൻവറിൻ്റെ മകള് അത് പ്രിൻ്റ് ചെയ്ത് തന്നാണത്. ഷർട്ടും. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇന്ന് എനിക്ക് ബിസിനസ്സിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. ഞാൻ കുറേ ബിസിനസ് ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നേക്കാം, നിങ്ങളുടെ കട എടുക്കരുത്, ആനയാണ് പൂനെയാണ് എന്നൊക്കെ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു സീറോന്ന് തുടങ്ങുന്ന ഒരാൾക്ക് കടം എടുക്കാതെ എങ്ങനെയാണ് വിതയ്ക്കാൻ പറ്റുക? നമ്മൾ വിതയ്ക്കുമ്പോൾ, പക്ഷേ എടുക്കുമ്പോൾ നമുക്ക് വിതയ്ക്കാനുള്ള പാഠം എന്ന് പറഞ്ഞ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുണ്ടെങ്കിൽ കട എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്നത്തെ ആവശ്യം, ഇന്നെനിക്കൊരു 1,00,000 ദിർഹംസിൻ്റെ മെറ്റീരിയൽസ് വാങ്ങണമെങ്കിൽ നാളത്തേക്ക് അത് നിൽക്കില്ല. അപ്പം ഇന്ന് കട എടുത്ത് വാങ്ങി അത് തിരിച്ചു കൊടുത്ത് ആ ലാഭം നമുക്ക് എടുക്കാൻ പറ്റും. എൻ്റെ പിള്ളേർക്കും പുതിയ യങ് ജനറേഷൻസിനുള്ളത്, ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഭീകരതയാണത്. കടെടുത്താൽ നിങ്ങളുടെ അങ്ങനെ പൊടി ഇങ്ങനെ. പക്ഷേ വിതയ്ക്കാനൊരു പാഠം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ എടുക്കുന്നൊരു കുഴപ്പമില്ല. കാരണം ഒരു പാർട്ട്നേഴ്സിനെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് അടിമയായി പോകും. എത്ര കോർപ്പറേറ്റ് ഒക്കെ ആണെങ്കിലും നമ്മളുടെ ഒരു ശിരസ് കുനിഞ്ഞ് പിന്നെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. അതില്ലാതിരിക്കാനായിട്ട് സ്വന്തം കട എടുത്തിട്ട് ബിസിനസ് ചെയ്താലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഇന്നത്തെ എൻ്റെ ബിസിനസ് ടോക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു വലിയൊരു കാര്യമായിരിക്കും. താങ്ക് യു സോ മച്ച്.